ഡൽഹിയിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. വൈറ്റ് കോളർ ഭീകരവാദ കേസിൽ പുതിയ കുറ്റപത്രം തയ്യാറാക്കി ജമ്മു കശ്മീർ അന്വേഷണ ഏജൻസി. ചെങ്കോട്ട സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഉമർ നബി അടക്കമുള്ള ഡോക്ടർമാരെ ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം. നൌഗാം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ആകെ 10 പ്രതികളാണുള്ളത്. നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ആശങ്കാജനകമായ ഒരു വിവരമായിരുന്നു വൈറ്റ് കോളർ ടെററിസം. അതിങ്ങനെ ആഴത്തിൽ വേരുറപ്പിക്കുന്നു നമ്മുടെ ഭാരതത്തിൽ. എന്തായാലും പുതിയ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുകയാണ്. അരിച്ചു പിറക്കി തെളിവുകൾ സഹിതമുള്ള കുറ്റപത്രമാണോ? 10 പേരാണ് ഇതിലെ പ്രതികളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആരൊക്കെയാണ് മുഖ്യപ്രതികൾ? അവർക്കൊക്കെ എന്തൊക്കെ പങ്കാണ് ഉള്ളത്? അശ്വതി, നൌഗാം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ വൈറ്റ് കോളർ ടെററിസത്തെ പറ്റിയാണ് വ്യക്തമാക്കുന്നത് കൂടുതലായും. അതായത് വൈറ്റ് കോളർ ടെററിസം അത് ഇപ്പോൾ രാജ്യത്ത് വ്യാപകമാകുന്നു. പ്രത്യേകിച്ച് ഡോക്ടർമാരടക്കം ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് വലിയ ആശങ്കാജനകമാണ് എന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ആതുര ശുശ്രൂഷ നൽകേണ്ട ഡോക്ടർമാർ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിപ്പെടുന്നത്, അല്ലെങ്കിൽ അത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ എത്തപ്പെടുന്നത് അത് കൂടുതൽ പരിശോധന വിധേയമാക്കണം എന്നുള്ളതും പ്രധാനമായും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നു. അതിൻ്റെ ആശങ്ക പ്രധാനമായും ഈ കുറ്റപത്രത്തിൽ പങ്കുവെക്കുന്നു എന്നുള്ളതാണ്. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിലെ മുഖ്യപ്രതിയായ ഡോക്ടർ ഉമർ നബി അടക്കം ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ മറ്റ് 9 പേരുമാണ് ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഈ ചെങ്കോട്ട സ്ഫോടനത്തിൽ ലോജിസ്റ്റിക് സഹായങ്ങൾ നൽകിയവരെയാണ് ബാക്കി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയവരൊക്കെ തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് വളരെ ആസൂത്രിതമായ ആക്രമണമായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ അവർ കരുവാക്കിയിരുന്നത് ഇത്തരം വൈറ്റ് കോളേഴ്സ്, അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ മുഖ്യധാരയിൽ നിൽക്കുന്നവരെയാണ് ഇതിൽ കരുവാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇതിന് പുറമേ കൂടുതൽ ആൾക്കാരെ ഇതിൻ്റെ ഭാഗമാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളതും ഇതിൽ വ്യക്തമാക്കുന്നു. ഏതായാലും വളരെ ശക്തമായ വകുപ്പുകൾ ചേർത്തുള്ള കുറ്റപത്രമാണ് നൌഗാം പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അശ്വിനി, തീർച്ചയായും എന്തായാലും വൈറ്റ് കോളർ ടെററിസം അത് നമ്മളെപ്പോഴും വളരെ ഭീതിയോടെയാണ് KP നോക്കി കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഇങ്ങനത്തെ എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ഈ അതായത് സമൂഹത്തിൽ ഉന്നത മേഖലയിലിരുന്ന് പണിയെടുക്കുന്നവർ ഇത്തരത്തിൽ ഭീകരവാദത്തിന് പിറകെ പോകുന്നത്, അവരെ പോലും ഈ ജിഹാദി ശക്തികൾ പിടികൂടിയിരിക്കുന്നു അല്ലേ? ആ മനസ്സുകളിൽ പോലും വിഷം ചീറ്റിയിരിക്കുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. അതിന് ചുക്കാൻ പിടിച്ചത് HR ഹെഡ് അടക്കം അല്ലേ? അവരുടെ അറിവോടെ തന്നെയാണ്, മൗന സമ്മർദ്ദത്തോടെ തന്നെയാണ് ഇത്തരം നടപടികൾ ഉണ്ടായിരുന്നതാണ് ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യം. ഏതായാലും ദേശീയ അന്വേഷണ ഏജൻസികൾ കൃത്യമായ നടപടികൾ പഴുതടച്ച കുറ്റപത്രം